Debate with Dr. Arun Kumar. കർണാടകയിലെ മഹാദേവപുരയിലെ വോട്ടുകൊള്ള തുറന്നു കാണിച്ച രാഹുൽ ഇഫക്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും. തൃശൂർ സുരേഷ് ഗോപി അങ്ങെടുത്തത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പിലൂടെയാണോ? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വാർത്ത വന്ന മുതൽ നാളിന്നേ വരെ സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വ്യാജ വോട്ട് ആരോപണത്തിലും പ്രതികരണമില്ല. ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് എം പിക്ക് മറുപടി പറയാൻ. ചോദ്യം 1, കുടുംബാംഗങ്ങളുടേതടക്കം വോട്ടുകൾ ശാസ്തമംഗലത്തു നിന്നും കൂട്ടത്തോടെ ചേർത്തതിൽ ന്യായമെന്ത്? ചോദ്യം നമ്പർ 2, ആ വോട്ടുകൾ ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തുടരുമ്പോഴും ശാസ്തമംഗലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ അതേ കുടുംബത്തിന്റെ വോട്ടുകൾ എങ്ങനെ വന്നു? ചോദ്യം നമ്പർ 3, തൃശൂരിലും തിരുവനന്തപുരത്തും ഒരേ സമയം വോട്ടർ പട്ടികയിൽ പേര് വന്നതിന് ന്യായീകരണമെന്ത്? ചോദ്യം നമ്പർ 4, ആലത്തൂരിൽ നിന്നടക്കം വിചാരകേന്ദ്രം ഭാരവാഹികളുടേതുൾപ്പെടെ വോട്ടുകൾ കൂട്ടിച്ചേർത്തതിൽ പ്രതികരണമെന്ത്? ചോദ്യം നമ്പർ 5, വ്യാജ വോട്ടുകൾക്കായി പൂങ്കുന്നത്തെ വിവിധ ഫ്ളാറ്റുകളിൽ വ്യാജ മേൽവിലാസം നൽകിയത് ആര്, ആർക്കുവേണ്ടി, ആരു പറഞ്ഞിട്ട്? ചോദ്യം നമ്പർ 6, 60,000-ലധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്ന സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം ഈ വ്യാജ വോട്ടു ചേർക്കലിൽ നിന്നായിരുന്നോ? ചോദ്യം നമ്പർ 7, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ആർക്കും തൃശൂരിൽ വരാം എന്ന BJP നേതാവിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ആകെയുള്ള ഒരേ ഒരു പ്രതികരണം ഇന്ന് സുരേഷ് ഗോപി നൽകിയത് ഇതായിരുന്നു. ഇത്രത്തോളം സഹായിച്ചതിനും നന്ദി. നമുക്ക് കാണാം. വ്യാജ വോട്ടാരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണോ കോതമംഗലത്തെ ആത്മഹത്യാ വാർത്തയ്ക്ക് പിന്നാലെ പോയത്? എത്ര നാൾ ഈ മൗനം തുടരും? സുരേഷ് ഗോപി താങ്കൾ തൃശൂർ എടുത്തത് എങ്ങനെയെന്നാണ് ചോദ്യം. അതിഥികളായി CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, BJP പ്രതിനിധി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ഗോപാലകൃഷ്ണൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ആദ്യം അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന കോൺഗ്രസും അതിൻ്റെ B ടീമായി മുഖ്യമന്ത്രിയും മാറുന്നുവെന്നാണ്. വിഷയങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് നുണ പറയുകയാണ് കോൺഗ്രസും CPM എന്നുമാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇനിയും ഇവിടെ തന്നെ തുടരും. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനെ പോലെ സുരേഷ് ഗോപി വോട്ട് ഇനിയും ചേർക്കും. 2029 ഉണ്ടാവും, 2034 ഉണ്ടാകും. നിങ്ങൾക്കത് കണ്ടെത്താനായില്ലെങ്കിൽ പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ചോദ്യം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ മറുപടി. ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. ആ തെളിവുകളുടെ അകമ്പടിയോടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റും മുൻ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയുമെല്ലാം ഇത്ര വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതൊരു ഭരണഘടനാ പദവിയാണല്ലോ, ഭരണഘടനാ ബോഡിയാണ്. ആ ബോഡിക്കെതിരായിട്ടുള്ള പരാതി അതേ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ നുണ പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ K സുരേന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റും 60,000-ഓളം വോട്ട് ചേർത്തിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം എവിടെയായിരുന്നു എന്ന രൂപത്തിൽ ചോദിക്കുന്നു. കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും BLO അടക്കം ഇത് ഇവിടെ താമസിക്കുന്നവരല്ലെന്ന് ബോധ്യപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിൽ സാങ്കേതിക പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടപെടാൻ ഇനി കഴിയില്ല എന്നാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി മറുപടി കൊടുത്തത്. അതുപോലെ ശ്രീ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞത് 11 വോട്ടല്ലേ ചേർത്തുള്ളൂ കള്ളവോട്ട്, ഈ 10,75,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പൊ കള്ളവോട്ടിനെ ശരിക്കും അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ള മറുപടി പറയുകയാണ്. ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൃത്യമായി തന്ത്രപൂർവ്വം രാജ്യത്താകമാനം BJP സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഈ കേരളത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്തുള്ള സ്വന്തം കുടുംബത്തിലെ വോട്ട് വരെ ഈ മണ്ഡലത്തിലേക്ക് മാറ്റിയത്. ആ വോട്ട് കഴിഞ്ഞു, ജയിച്ചു, അതിനുശേഷം ആ വോട്ട് ഇപ്പൊ തിരിച്ചു കൊണ്ടുപോവുകയാണ്. സ്വന്തം ഡ്രൈവറുടെ, കുടുംബാംഗങ്ങളുടെ, അനുയായികളുടെ എല്ലാം വോട്ട് അത്തരത്തിൽ ചേർത്തിരിക്കുന്നു. വിചാരകേന്ദ്രത്തിന്റെ നേതാവും അതുപോലെ BJPയുടെ പല മുതിർന്ന നേതാക്കന്മാരുടെയും എല്ലാം വോട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ വരികയാണ്. തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടുകളാണ് ഭൂരിഭാഗവും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് എതിർ രാഷ്ട്രീയ പാർട്ടികളെ ആക്ഷേപിക്കുവാനും ഇതെല്ലാം ബോഗസ് ആണ് എന്ന രൂപത്തിൽ മാധ്യമങ്ങളെ അടക്കം ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി ഒറ്റ വാക്കിലുള്ള മറുപടിയാണെങ്കിലും നമ്മൾ കണ്ടു. അതെ, KS അരുൺകുമാർ, ഇത് ആ സമയത്ത് BLA മാര് ചെയ്യേണ്ട ജോലി
ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ സുരേഷ് ഗോപിയുടെ സഹോദരന് ഇവിടെ വോട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് ഇവിടെ വോട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ വീട്ടിലെ 11 പേർക്ക് ഇവിടെ വോട്ടുണ്ട്, ഇതൊക്കെ ഒരു വർഷം കഴിഞ്ഞാണോ കണ്ടെത്തുന്നത്? അപ്പോൾ നിങ്ങളുടെ പാർട്ടി സംവിധാനം എഫിഷ്യൻ്റ് ആയിരുന്നില്ല എന്നതിന് തെളിവ് കൂടിയല്ലേ? നിലവിലുള്ള ചട്ടപ്രകാരം ഇനി എന്ത് നടപടിയെടുക്കാൻ കഴിയും? അല്ല, ഇവിടെ പരാതി കൊടുക്കേണ്ട സമയത്ത് ബഹുമാനപ്പെട്ട അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥിയും ചീഫ് ഇലക്ഷൻ ഏജന്റുമെല്ലാം റിട്ടേൺ ആയിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ന ബൂത്തിൽ ഇന്ന വോട്ടുകൾ എന്ന് സൂചിപ്പിച്ചിട്ട് തന്നെയാണ് പരാതി കൊടുത്തത്. ആ പരാതിയുടെ ഭാഗമായി തുടർ നടപടി എടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി തുടർ നടപടി സ്വീകരിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നതിൽ ഇലക്ഷൻ പെറ്റീഷൻ പറ്റില്ല. കാരണം 45 ദിവസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഇവിടെ CPI സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മറ്റു ഗ്രൗണ്ടുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ആ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്ത സമയത്ത് ഇത്തരത്തിൽ കള്ളവോട്ടിന്റെ ഒരു കണക്ക് അദ്ദേഹത്തിന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ഏത് സമയത്തും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് ഇടപെടാം. കാരണം ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടാൽ അത് വോട്ടർ പട്ടികയിൽ വ്യാജമായി പേര് ചേർക്കുന്ന സാഹചര്യവും വിവിധ രൂപത്തിൽ ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടാൽ പിന്നെ ജനാധിപത്യം ഇല്ല. അതുപോലെ തന്നെ കള്ള വോട്ട് ചെയ്തതിന്റെ വിവരങ്ങൾ വന്നാൽ പോലീസിന് കിട്ടുന്ന പരാതിയും കേസ് രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് റഫർ ചെയ്യാം. അപ്പൊ നിയമപരമായിട്ടുള്ള റെമഡികളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള പരാതി ഇലക്ഷൻ കമ്മീഷൻ തന്നെ അന്വേഷിക്കണം എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുമ്പോൾ ഇത്തരത്തിൽ എന്ത് നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ശരി, അതായത് ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും ശരാശരി പുതിയ വോട്ട് ചേർത്തത് 79,000 എന്നാൽ തൃശ്ശൂർ മാത്രമാണ് 1,45,000 വോട്ട് ചേർക്കപ്പെട്ടത്. അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രം എങ്ങനെയാണ് ഇത്ര പുതിയ വോട്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അപ്പം മറ്റു പല മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരെ കളക്ട് ചെയ്തിങ്ങു കൊണ്ടുവന്ന് ഒരേ സമയത്ത് 2ഉം 3ഉം വോട്ടുള്ളവരാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയാണ് BJPയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്നതും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാത്തത്? സുരേഷ് ഗോപി അല്ലല്ലോ വോട്ട് ചേർത്തത് BJP അല്ലേ. സുരേഷ് ഗോപി അല്ലല്ലോ പ്രതികരിക്കേണ്ടത്. സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട കാര്യമില്ല. വോട്ട് ചേർത്തത് BJP പ്രതികരിച്ചത്. അതായത് ഈ വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തത് BJP എന്നാണോ പറയുന്നത് B. ഗോപാലകൃഷ്ണൻ? നാണംകെട്ട ഭാഷ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരു പത്രപ്രവർത്തകന് യോഗ്യമല്ല. എന്ത് വ്യാജ മേൽവിലാസം? വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തത് CPM. ഞാനൊരു 4 നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരാം. നിങ്ങൾ ചർച്ച ചെയ്യോ? CPMന്റെ ആളുകളോട് ക്യാപിറ്റൽ വില്ലേജിലെ അപ്പാർട്ട്മെന്റിൽ 4C അതൊരു വ്യാജ മേൽവിലാസമായിരുന്നു. ഞാനൊന്ന് സംസാരിക്കും. നിങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ട് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് അത് കഴിയുന്നവരെ നിങ്ങൾ അതിനകത്ത് ഇടപെടരുത്. മനസ്സിലായല്ലോ? അത് ആദ്യം നിങ്ങൾ ആ ഒരു മര്യാദ പാലിക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ അത് വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കരുത്. നാണം കെട്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. നാണം കെട്ട ഭാഷയാണ് നിങ്ങൾ പറയുന്നത്. വ്യാജ മേൽവിലാസം ഉപയോഗിച്ചാണോ? നിങ്ങളുടെ ക്യാപ്ഷൻ എന്താ? സുരേഷ് ഗോപി കട്ടെടുത്തുന്നോ? എന്ത് കട്ടെടുത്തു സുരേഷ് ഗോപി? അത് അധിക്ഷേപമല്ലേ നിങ്ങളുടെ ക്യാപ്ഷൻ? നാണം കെട്ട ഭാഷയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിലവിൽ അങ്ങനെയല്ലേ മര്യാദ വേണ്ട സുഹൃത്തെ. അതല്ലേ ആരോപണം, CPMന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. അതൊരു ചോദ്യമാണ്. ആരോപണം ആ ചോദ്യം മറയ്ക്കുന്നത് എങ്ങനെയാ? നിങ്ങൾക്കുണ്ടോ ആരോപണം? നിങ്ങൾക്കുണ്ടോ ആരോപണം? ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയമാണല്ലോ ഞാൻ ചോദിക്കുന്നത്. താങ്കൾ അസ്വസ്ഥനാവാതിരിക്കൂ. അല്ല, അസ്വസ്ഥന 5 വയസ്സിൽ വരെയില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് പിന്നെ ഞങ്ങളൊന്നും അസ്വസ്ഥയല്ല. ഞങ്ങൾക്കത് പരമ പുച്ഛമായിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊരു മാന്യനായിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ മാന്യത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ഈ തൃശ്ശൂർ അസംബ്ലി, അതായത് ലോക്സഭാ മണ്ഡലത്തിൽ 1278 ബൂത്തുകളുണ്ട്. ആ 1278 ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലീഡ് ചെയ്ത ബൂത്തുകൾ എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ മത്സരിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സുനിൽ അന്തിക്കാട് സുനിൽ, ആ സുനിലിൻ്റെ വാർഡിൽ, ആ സുനിലിൻ്റെ ബൂത്തിൽ BJP ആണ് ലീഡ് ചെയ്തത്. കള്ളവോട്ടാണോ? അല്ല. സുനിലിന് പിടിക്കാൻ പറ്റിയില്ലേ? അല്ല, അത് കള്ളവോട്ടാണ്. ആ വാർഡിൽ 63 വോട്ടുകൾക്ക് സുനിൽകുമാറാണ് ലീഡ് ചെയ്യുന്നത്.
ഞാൻ ആ പഞ്ചായത്തിലേക്ക് വരാന്ന്. നിങ്ങൾ ആ പഞ്ചായത്തിലേക്ക് വാ. നിങ്ങൾ ഞാൻ പഞ്ചായത്തിലെ കണക്കെന്തെങ്കിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ വാർഡിൽ ഞാൻ ഇന്നലെ ക്ലാരിഫൈ ചെയ്തു, 63 വോട്ടുകൾക്ക് സുനിൽകുമാറാണ് ആ പഞ്ചായത്തിൽ സുനിൽകുമാറിന്റെ വാർഡിൽ ലീഡ് ചെയ്യുന്നത്. ഇത് കേക്ക്, ഇത് നിങ്ങളെ ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നതും വാർത്ത കൃത്യമായി പറഞ്ഞിട്ടുള്ളതും രേഖകളുള്ളതുമാണ്. രണ്ടാമത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളിയുടെ വാർഡ് ഏതാ? മുരളിയുടെ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടുത്തെ വാർഡ് കൗൺസിലർ തന്നെ. ആ വാർഡിൽ ആ ബൂത്തിൽ മുരളി മത്സരിച്ചതാണല്ലോ. ഇനി മുരളി മത്സരിച്ച സ്ഥലത്തെ മുരളി മന്ദിരത്തിൽ ആരാ ലീഡ് ചെയ്തത്? ഞാൻ ചോദിക്കണം, 1278 ബൂത്തുകളിൽ എത്ര ബൂത്തുകളിലാണ് ഈ വ്യാജ മേൽവിലാസം എന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ പരസ്യമായിട്ടുള്ള നിങ്ങൾ ചോദിച്ചല്ലോ കട്ടെടുത്തുനിന്ന്, നിങ്ങൾക്ക് ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. എത്ര ബൂത്തുകളിലാണ്? നമ്പർ 1, ഞാൻ ചോദിക്കുന്നതിന് തിരിച്ച് 2-3 ചോദ്യം ചോദിക്കുകയാണ്, താങ്കൾ അതിന് ഉത്തരം പറയണം. എത്ര ബൂത്തുകളിലാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, എത്ര വോട്ടാണ് ഈ രീതിയിൽ ചേർത്തു എന്ന് ഇവർ പറയുന്നത്, അതും നിങ്ങൾ മനസ്സിലാക്കുക. 74,678 വോട്ട്, റഫ്ലി സ്പീക്കിംഗ് 75,000 വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. നിങ്ങൾ സുരേഷ് ഗോപി കട്ടെടുത്തതല്ലേ എന്ന് ചോദിക്കുന്നതിന് അല്പം നാണം വേണ്ട സുഹൃത്തെ. നിങ്ങൾ എത്ര ബൂത്തിൽ എത്ര വോട്ട്? നിങ്ങൾക്കൊരു 5,000 വോട്ട് വിട്ടുതരാം, ചേർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോഴും കിടക്കുന്നില്ല 70,000 വോട്ട്. ഈ നാട്ടിലെ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് തീർത്തോട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒന്ന് തീർത്തോട്ടെ. ഈ നാട്ടിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് കരട് വോട്ടർ പട്ടിക വെളിയിൽ വരിക എന്നുള്ളതാണ്. കരട് വോട്ടർ പട്ടിക വെളിയിൽ വരുമ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വോട്ടർ പട്ടിക കിട്ടുമല്ലോ. നിങ്ങൾക്ക് 5 പ്രാവശ്യം ചാലഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. 5 പ്രാവശ്യം കരട് വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം. കരട് വോട്ടർ പട്ടികയിൽ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ആർക്ക് സംസാരിക്കാം? അത് തീർച്ചയായിട്ടും ആ പരാതി സ്വീകരിക്കാം. കരട് വോട്ടർ പട്ടിക കഴിഞ്ഞാൽ ഒറിജിനൽ വോട്ടർ പട്ടിക വരും. ആ ഒറിജിനൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക വരും. ആ സപ്ലിമെൻ്ററിയിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അതും കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചെയ്യുന്നതിന് അന്ന് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അതും കഴിഞ്ഞാൽ ഉടനെ തന്നെ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കോടതിയിൽ പോയി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ടില്ല. പരാതി കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഞാനൊരു ചെറിയ കാര്യം മിസ്റ്റർ അരുൺകുമാർ താങ്കളോട് ചോദിക്കുക. ഇവിടുത്തെ ഈ വോട്ടുമായി ബന്ധപ്പെട്ട രേഖകളും ഈ വോട്ടർ പട്ടികയൊക്കെ പുറത്തിറക്കുന്നത് ആരാ? ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ, BJP ആണോ പുറത്തിറക്കുന്നത്? അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ഇലക്ഷൻ കമ്മീഷൻ. അല്ലാണ്ട് ഡൽഹിയിൽ നിന്ന് വന്നിട്ടല്ല ഇലക്ഷനിലെ പ്രവർത്തനം ചെയ്യുക. ഇവിടുത്തെ BLAയും ഇവിടുത്തെ BLOയും കേരളത്തിലെ BLO രണ്ടുപേരുണ്ടല്ലോ. അതിലെ BLA എന്ന് പറയുന്നത് ബൂത്ത് ഏജന്റ്. ഈ ബൂത്ത് ഏജന്റ് എന്ന് പറയുന്നത് ഓരോ പാർട്ടിയുടെ ഏജന്റ് അല്ലേ അരുൺകുമാറെ? അല്ലാണ്ട് BJPക്കാരാണോ? ഒന്നുകിൽ ഈ ഏജന്റുമാരെല്ലാം കൂടി തീരുമാനിച്ചു ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, CPMന്റെ ഏജന്റുമാർ തീരുമാനിച്ചു CPIയെ തോൽപ്പിക്കാൻ, കോൺഗ്രസിന്റെ ഏജന്റുമാർ തീരുമാനിച്ചു BJPയെ ജയിപ്പിക്കാൻ, മുരളിയെ തോൽപ്പിക്കാൻ എന്ന് പറയേണ്ടി വരും. BLO ആരാ? കേരളത്തിലെ BLOയിൽ എത്ര BJPക്കാരുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ BJP സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇടതും വലതും മരിച്ചു നടക്കായിരുന്നില്ലേ? കേരളത്തിലെ ഈ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂരിലെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ BLO, ആ BLOമാരിൽ എത്ര പേർ BJP ഉണ്ട്? BLOമാരല്ലേ വോട്ട് ചേർക്കുന്നത്. ഇനി വോട്ട് ചേർക്കുന്നതിലേക്ക് ഞാൻ വരാം. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ എന്നോട് വ്യാജ മേൽവിലാസം ഉണ്ടെന്ന്. വ്യാജ മേൽവിലാസം ഉള്ള ഒരെണ്ണം ഞാൻ കൂടുതൽ പറയുന്നില്ല, എൻ്റെ 50 എണ്ണം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ തൃശ്ശൂർ ടൗണിൽ 50 എണ്ണം. റിപ്പോർട്ടർ ചാനലുകാർക്ക് അതൊന്നും പറയാൻ നേരം ഉണ്ടാവില്ല. സുരേഷ് ഗോപിയുടെ മെക്കെട്ട് കയറാനേ നേരമുള്ളൂ. നോക്കൂ, പുങ്കുന്നത്ത് 14/483 നമ്പർ വീട്, വീട്ടുടമയുടെ പേര് സുബ്രഹ്മണ്യൻ. ഞാൻ പോയി കണ്ടതാ, സംസാരിച്ചതാ, ബാലസുബ്രഹ്മണ്യൻ. വ്യാജരേഖ ഉണ്ടാക്കി സഖാവ് വേണുഗോപാലും ഭാര്യ സഖാത്തി ലീന വേണുഗോപാലും പുങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ വോട്ട് ചെയ്തു. ചേർത്തതാര? സഖാവ് കണ്ണൻ. ഇതാണ് കള്ളവോട്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ നിങ്ങൾ പറയുന്നത് കള്ളവോട്ടല്ല. എന്താ അതിൻ്റെ കാരണം ഞാൻ പറയാം. അതും കൂടി പറയുമ്പം ഈ ചർച്ച ഏതാണ്ട് മനസ്സിലാവും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജമ്മു കാശ്മീരിൽ പോയി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ? താങ്കൾ പറ.
താങ്കൾ ഞാൻ ചോദിക്കാൻ ഉത്തരം പറ. ഞാൻ മറുപടി ജമ്മു പറയട്ടെ. കാശ്മീരിൽ പോയിട്ട് അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ല? പറയൂ. ശ്രീ ഞാൻ അങ്ങോട്ട് വി ചോദിക്കാം, ഗോപാലകൃഷ്ണന് ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ ഏത് രാജ്യത്തെ അവകാശം ഉണ്ടോ ഏത് ഇല്ലയോ? കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി വോട്ട് രേഖപ്പെടുത്താം. പക്ഷേ 6 മാസം മുമ്പ് താങ്കളുടെ മണ്ഡലത്തിലെ വോട്ട് താങ്കൾ ഡിലീറ്റ് ചെയ്ത് പക്ഷേ പറയൂ. താങ്കൾ അതെ. ആ മണ്ഡലത്തിലെ അതെ. സ്ഥിരതാമസക്കാരനാണ് എന്നതിന്റെ രേഖ ഹാജരാക്കുകയും അവിടെ സ്ഥിരതാമസമാവുകയും ചെയ്തതിനു ശേഷം മറ്റൊരു മണ്ഡലത്തിലും താങ്കളുടെ വോട്ടില്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ആ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്താം. അതിനകത്ത് സംശയം? അത്ര മതി. അവിടെ നിർത്തൂ. ഇനി എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എനിക്ക് ആഗ്രഹമുണ്ട് നരേന്ദ്രമോദി വോട്ട് ചെയ്യണമെന്ന്. അതെൻ്റെ ആഗ്രഹമാണ്. ഞാൻ നിങ്ങളോട് കൃത്യമായി പറയാം. കാരണം നാളെ അരുൺകുമാർ ഏതെങ്കിലും ഒരു CPM ലേബലിൽ മത്സരിക്കാനാണല്ലോ വല്ലാതെ അധ്വാനിക്കുന്നത്. നാളെ അങ്ങ് വീണ്ടും താങ്കൾ എന്നെ പിടിച്ചിടാണ്. ഞാൻ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല. ഇത് ഞാൻ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാനില്ല. ഇനി ദയവ് ചെയ്ത് അത് പറഞ്ഞ് ഈ ചർച്ച വഴി തിരിച്ചുവിടില്ല. അല്ല എനിക്ക് അല്ല ചർച്ച ഞാൻ വഴിതിരിക്കുക. ഞാൻ കൃത്യമായി പറയണേ. അങ്ങ് മത്സരിച്ചു. അത് എനിക്കൊരു ഇമാജിനേഷനാണ്. എനിക്ക് ഇമാജിൻ ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. അരുൺകുമാർ മത്സരിക്കുന്നു. കാരണം അദ്ദേഹം അങ്ങയുടെ ഈ സത്യസന്ധമായിട്ടുള്ള പത്രപ്രവർത്തനം കണ്ട് പുളകിതനായ ഞാൻ അരുൺകുമാറിനെ വോട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത് അരുൺകുമാറെ ഞാനൊരു വീട് ഒന്നുകിൽ വിലയ്ക്ക് മേടിക്കാൻ, അല്ലെങ്കിൽ ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ, എന്നിട്ടൊരു 6 മാസം ഞാൻ അവിടെ താമസിക്കാം. എന്നിട്ട് ആ 6 മാസം മുമ്പ് ഞാൻ വാടകയ്ക്കെടുത്ത വീടിന്റെ വാടക രസീതി അല്ലെങ്കിൽ വാടക ചീട്ട് ഞാൻ പ്രദർശിപ്പിക്കുക. ഞാൻ ഇവിടെ വാടകയ്ക്കെടുത്തു. നിങ്ങൾ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. എൻ്റെ നിലവിലുണ്ടായിരുന്ന വോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്യാതിരുന്നാൽ മതി വോട്ട്. ചെയ്താലാണത് കള്ളവോട്ട്, ചെയ്യാതിരുന്നാൽ കള്ളവോട്ടല്ല. അത് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും പോയിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്റെ രണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. കഴിഞ്ഞു. എന്റെ ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് തീർത്താൽ അപ്പം നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അങ്ങോട്ട് 6 മാസം പോയി താമസിച്ചിട്ട് താങ്കൾക്ക് വോട്ട് ചെയ്തു. തിരിച്ച് താങ്കൾ ജയിക്കുകയോ തോക്കുകയോ എന്തെങ്കിലും ചെയ്തു. അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ വാടക അപേക്ഷിച്ച് അവസാനിപ്പിച്ച് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. എന്തായാലും തെറ്റ്? ശരി. ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C-യിൽ പേര് ചേർത്ത വോട്ടറുടെ പേര് S. അജയകുമാർ എന്നാണ്. ഈ S. അജയകുമാറിന്റെ പേരിൽ അങ്ങനെ ഒരു മേൽവിലാസം അവിടെ ഇല്ല. അഥവാ അങ്ങനെ ഒരു കൃത്രിമമായ മേൽവിലാസം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത് ഞങ്ങളുടെ കണ്ടെത്തിയതാണ്. പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് അങ്ങനെ 9 പേര് കണ്ടെത്തി. അതിൽ 3 പേരും BJP പ്രവർത്തകരോ BJP അനുയായികളോ ആണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. വിചാരകേന്ദ്രത്തിന്റെ തൃശൂർ മേഖലാ സെക്രട്ടറി ഷാജി വരവൂര് പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആലത്തൂർ 8ാം വാർഡിലെ വോട്ടുള്ള സ്ഥാനാർത്ഥി പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C എന്ന അപ്പാർട്ട്മെന്റിൽ അജയകുമാർ എന്നൊരു സ്ഥിര താമസക്കാരനില്ല. അത് വ്യാജ മേൽവിലാസമാണ്. ഈ അജയകുമാർ നിർഭാഗ്യവശാൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവറുമാണ്. സുഹൃത്തൻ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതിന് കൃത്യമായിട്ടുള്ള ഇതിപ്പോൾ ഒന്നല്ലല്ലോ, ഇങ്ങനെ നിരവധി ആളുകൾ വന്ന് പല സ്ഥലങ്ങളിലും താമസിക്കുകയും അവരവിടെ മറ്റേ ഈ റെന്റിന് സ്ഥലം എടുക്കുകയും അങ്ങനെ റെന്റ് ഒരു മിനിറ്റ് ഒരു എടുത്തില്ലെങ്കിൽ അന്ന് ചോദിച്ച് കട്ട് ചെയ്യണമെന്ന്. ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് പലരും വന്ന് എടുക്കും. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടില് നിയമമുള്ളത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് BLA. അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് BLO. അങ്ങനെ ഒരുപാട് ഫ്ളാറ്റുകളുണ്ട്. ഈ ഫ്ളാറ്റുകളുടെ വ്യാജ മേൽവിലാസത്തിൽ BJP അനുകൂല മനോഭാവം. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇടങ്ങളിൽ CPM കോൺഗ്രസിന്റെ ആളുകളോ ഒക്കെ കൂട്ടിച്ചേർത്തതിൽ ഒരപാകതയും ഇല്ല എന്നാണോ B. ഗോപാലകൃഷ്ണൻ പറയുന്നത്? B. ഗോപാലകൃഷ്ണൻ വളരെ കൃത്യമായി പറയുന്നു. ഭാരതീയ ജനതാ ഇപ്പൊ ഞാൻ പച്ചക്ക് അങ്ങോട്ട് പറയാണ്, അതങ്ങോട്ട് കേട്ടോളൂ. പച്ചക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ തോൽപ്പിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഒരുമിച്ച് നിന്ന് 88 വോട്ടിന് മറ്റേ സുരേന്ദ്രനെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് പരാജയപ്പെടുത്തി, നേമത്ത് കുമ്മനം രാജശേഖരനെ മഞ്ചേശ്വരത്ത് പരാജയപ്പെടുത്തി, നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും
പരസ്പരം കടിച്ചു കയറി. എന്നാൽ BJP ജയിക്കാതിരിക്കാൻ ഒരുമിച്ച് വന്ന് തോൽപ്പിക്കുന്ന ഒരു അടവ് നയം ഉണ്ടല്ലോ, ആ അടവ് നയം BJP എടുക്കാൻ പോവുക. ഇന്ത്യ മഹാരാജ്യത്തുള്ള സകല ആളുകളെയും നിയമം അനുസരിച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ ചേർക്കും, ഞങ്ങൾ വോട്ട് ചെയ്യും, ഞങ്ങൾ ജയിപ്പിക്കും. ആർക്കാ തടയാൻ പറ്റുമെങ്കിൽ തടയാം. ഞങ്ങളും അടവ് നയം പാലിക്കാൻ പോവാണ്. ആ 6 മാസമല്ല, ഞങ്ങൾ 1 വർഷം മുമ്പ് കൊണ്ടുവരും. ഞങ്ങൾ 1 വർഷം മുമ്പ് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിയമം അനുസരിക്കുന്ന രീതിയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിയിൽ, നിയമം അനുസരിക്കുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരും. അല്ല, അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ ഒരാൾക്ക് 3 വോട്ട് ഒരു മണ്ഡലത്തിൽ കൊടുത്ത കഥയാണ് ശകുൻ റാണി എന്ന് പറയുന്ന വോട്ടറുടെ കഥ പറഞ്ഞത്. ശകുൻ റാണി ഒരു ബൂത്തിൽ 3 വോട്ടാ, അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് 2 വോട്ടില്ലേ? ഒറ്റ വോട്ട് 2 വോട്ടില്ലേ? ഒറ്റ വോട്ട്. ബാലകൃഷ്ണനും മക്കൾക്കും 4 വോട്ട്. ആര് പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കറക്റ്റ്. ഈ ഒറ്റ വോട്ടേ ഈ BJP-ക്കാരും ചെയ്തിട്ടുള്ളൂ. 2 വോട്ട് ചെയ്തു മിസ്റ്റർ അരുൺകുമാർ. നിങ്ങൾ പറഞ്ഞതല്ലോ 1 വോട്ട് ചെയ്തുള്ളൂ. BJP പറയാണ് 2 വോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കൊണ്ടുപോവാ. BJP-ക്കാരൻ 2 വോട്ട് ചെയ്തു. സുരേഷ് ഗോപിക്കും ചെയ്തു, ആലത്തൂരിലും ചെയ്തു. സുരേഷ് ഗോപിക്കും ചെയ്തു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും ചെയ്തു. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് തന്നെ 2 വോട്ട് ചെയ്ത ഏതെങ്കിലും ഒരുത്തന്റെ എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടുവരുമോ? VD സതീശനാവാം, രമേശ് ചെന്നിത്തലയ്ക്കാവാം, ബാലകൃഷ്ണനാവാം. ഞാൻ കേൾക്കാന്ന് ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഗോവിന്ദ മാസ്റ്റർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാനായിട്ട് പോയ BJP-ക്കാരനെ, നോമിനേഷൻ കൊടുക്കാൻ പോയ BJP-ക്കാരനെ കയ്യും കാലും തല്ലി ഓടിച്ചു. മത്സരിക്കാൻ പോയവനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ സുരേഷ് ഗോപിയുടെ കുടുംബം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക? അവർക്ക് സൗകര്യമുള്ളതിൽ ചെയ്യും. അവർ 6 മാസം മുമ്പ് ചേർന്നുണ്ടെങ്കിൽ അത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളിടത്ത്. അവരുടെ പേര് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലുണ്ട്. ചെയ്യും. നിങ്ങൾ വെട്ടിക്കോന്ന് ലോക്സഭയിൽ ഞങ്ങൾ സൗകര്യമുള്ളിടത്തൊക്കെ ശരിയാവുക. സുരേഷ് ഗോപി പോലെ കേന്ദ്ര സഹമന്ത്രിയുടെ കുടുംബത്തിലെ അംഗങ്ങൾ ലോക്സഭയിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത് ലോക്സഭയുടെ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുള്ള സുരേഷ് ഗോപിയുടെ കുടുംബം എങ്ങനെയാണ് വട്ടിയൂർക്കാവിലെ ശാസ്തമംഗലത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക? സുരേഷ് ഗോപിയുടെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ വന്ന് താമസിച്ചു, വോട്ട് ചെയ്തു, നിയമപരമായി എല്ലാം കഴിഞ്ഞു. 1 വർഷവും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അവര് പോയി ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് വോട്ട് ചെയ്യാൻ അവകാശമില്ലേ? നിയമപരമായി തെറ്റുണ്ടോ? നിയമപരമായി തെറ്റുണ്ടോ? എന്റെ ചോദ്യം ചോദിക്കും. നിയമപരമായി തെറ്റുണ്ട്. ചെയ്യാൻ സമയം ആയിട്ടില്ലല്ലോ. നിങ്ങള് അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, മറ്റേ VD സതീശന്റെ കാര്യം പറഞ്ഞപ്പോഴും ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോഴും രമേശ് ചെന്നിത്തലയുടെ കാര്യം ഒരിടത്താണ് വോട്ട് ചെയ്യുന്നത്. അതാണ് അവർ പറഞ്ഞത്. പക്ഷേ സുരേഷ് ഗോപിയുടെ 11 പേരടങ്ങുന്ന കുടുംബം എങ്ങനെയാണ് കൂട്ടത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുക? അവരിവിടെ ലോക്സഭയിലെ വോട്ടർമാരല്ലേ, തൃശ്ശൂർ വോട്ടർമാരല്ലേ അവര്? ശാസ്തമംഗലത്ത് നിങ്ങൾ ശാസ്തമംഗലത്താണോ അവർ വോട്ട് ചെയ്യാൻ പോണത്? അവർ തൃശ്ശൂരാണോ വോട്ട് ചെയ്യാൻ പോണത്? നിങ്ങൾ കബഡി വെച്ചിട്ട് ജോത്സ്യനൊന്നും അല്ലല്ലോ. വോട്ട് ചെയ്യട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ എന്റെ പൊന്നു ചങ്ങാതി, അങ്ങനെ തന്നെയാണ് VD സതീശനും, അങ്ങനെ തന്നെയാണ് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും, അങ്ങനെ തന്നെയാണ് ഗണേശനും. ശരി, അവർക്കൊക്കെ ഈ 2 വോട്ടുണ്ട് 2 സ്ഥലത്ത്.
2 വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് ചോദിക്കാൻ അതായത് അവകാശമുള്ളൂ. തൃശൂർ 2 കോർപ്പറേഷൻ വോട്ട് എടുക്കാൻ ചെയ്തില്ലെങ്കിൽ ചോദിക്കാൻ സുരേഷ് ഗോപിയുടെയും അവകാശമില്ല. കുടുംബത്തിന്റെയും വോട്ട് വേണ്ടെന്നാണോ BJP-യുടെ തീരുമാനം? അല്ല, ഞങ്ങൾക്ക് തൃശ്ശൂർ ഇങ്ങ് എടുക്കണോ വേണ്ടയോ, കൊടുക്കണോ, കോർപ്പറേഷൻ പിടിക്കണോ, അതൊക്കെ ഞങ്ങളുടെ കാര്യം. അരുൺകുമാർ അന്വേഷിക്കണ്ട. ഞങ്ങൾ പലതും ചെയ്യും. നിയമം എന്റെ ചോദ്യം എനിക്കൊരു ഞാൻ ഇത്ര നേരം വിശദീകരിച്ചെന്ന് പിന്നെ എന്താ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ ഇത്ര നേരം വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു മനുഷ്യന്റെ സുരേഷ് ഗോപിയുടെ കുടുംബം ഇടം പിടിച്ചത് അത് ശരിയാണോ? അതും കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് ഇങ്ങനെ 2 ഇടങ്ങളിൽ പേര് വരുന്നത് ശരിയാണോ? ലോക്സഭാ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഡ്രൈവറെയും കുടുംബത്തെയും അദ്ദേഹത്തിന് അനുയായിയമടക്കമുള്ളവരുടെ വോട്ട് തൃശ്ശൂരിലേക്ക് ചേർക്കുന്നു, ചിലയിടങ്ങളിൽ വ്യാജ വോട്ട് ചേർക്കുന്നു. ഇത് ശരിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങ് പറഞ്ഞത് രാജ്യത്തെ എവിടെ നിന്ന് ആളുകൾക്ക് വേണമെങ്കിലും വരാം, സമ്മതിച്ചു. പക്ഷെ അതിന് മറുപടി പറഞ്ഞല്ലോ ഞാൻ. അല്ല, ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ മറുപടി പറഞ്ഞില്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് അയാളുടെ കുടുംബത്തിന് 2 സ്ഥലത്ത് വോട്ടുണ്ട്. ആ 2 സ്ഥലത്തെ വോട്ട് രമേശ് ചെന്നിത്തല ചെയ്യില്ല, ഒരു സ്ഥലത്തെ ചെയ്യൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. വോട്ട് ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു വർഷത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് ഓർമ്മിക്കണം. 1.5 വർഷത്തിനിടയിൽ. ഞാൻ തിരിച്ചു നിങ്ങളെ അങ്ങനെ ജാട കഴിഞ്ഞ് പോവല്ലേ? ചോദ്യത്തിന് ഉത്തരം പറയണം. നിയമം അനുശാസിക്കുന്ന, നിയമം ചെയ്യാത്ത, തെറ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തൃശ്ശൂർ ലോക്സഭയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ട് ഡിലീറ്റ് ചെയ്തില്ല? നിങ്ങൾ വേണം ഡിലീറ്റ് ചെയ്തോന്ന്. ഡിലീറ്റ് ചെയ്യുന്ന ചുമതല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ്, BJP-ക്ക് അല്ല. മാറ്റില്ല. അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ സഹചാരിയായിട്ടാണല്ലോ നടക്കുന്നത്. ഇടപെടരുത്. ഒരു മനുഷ്യനെ ഒരു മിനിറ്റ്. നിങ്ങളെ തന്നെ ആക്രമിക്കണം. കാരണം ഇടതുപക്ഷക്കാരൻ പോലും പറയാത്ത ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സിമ്പിൾ കാര്യം. ആ മനുഷ്യൻ ഒരു സ്വർണ്ണ കിരീടം വെച്ചു, അതിന്റെ പേരിൽ കുറെ നടന്നില്ലേ നിങ്ങൾ ആക്ഷേപിച്ചിട്ട്? തൃശ്ശൂർ അവിടെ ഉണ്ടായിരുന്ന നേതാക്കളാണ് അത് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ. വീണ്ടും സുരേഷ് ഗോപിയിലേക്ക് തിരിച്ചു പോരുക. ഒരുപാട് പറയാനുണ്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് നാളിതുവരെ ഒരു വാക്ക് കിട്ടിയിട്ടില്ല സുരേഷ് ഗോപി. ഞാൻ സംസാരിക്കട്ടെ. നമ്മുടെ ചർച്ചയുടെ വിഷയത്തിലേക്ക് വേറെ വഴിക്ക് പോകും. താങ്കളാണ് എങ്ങനെയെന്നാണ് ചോദ്യം. അതിഥികളായ മുഖം അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM, UDF പ്രതിനിധി ഷാഫി ചാലിയം, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJP പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. അങ്ങ് നേരത്തെ എന്നോട് ചോദിച്ചത് വോട്ട് കട്ടെടുത്തില്ലേ എന്ന നാണംകെട്ട ചോദ്യം ചോദിക്കാൻ നാണമില്ലേ എന്നുള്ളതാണ്. ദയവ് ചെയ്ത് അങ്ങേക്ക് ചാനൽ മാറിപ്പോയി. അത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിലാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു കാർഡിലോ ഒരു ചോദ്യത്തിലോ കട്ടെടുത്തോ എന്നൊരു പ്രയോഗം ഈ ചർച്ചയിൽ പോയിട്ടില്ല. നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഷയാണ്. ഈ ഭാഷ അതിലേക്ക് ഇപ്പൊ പോകാൻ കഴിയില്ല. താങ്കളുടെ ആരോപണത്തിന് മറുപടി പറഞ്ഞു. ഈ ചർച്ചയുടെ ടൈറ്റിലെ കുറിച്ച് ചോദിച്ചു, അതിൽ ഞാൻ വിശദീകരണം നൽകി. താങ്കൾ അതേ ആരോപണത്തിൽ നാണം കെട്ട ടൈറ്റിലാണ് എന്നതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ നാണം കെട്ട ടൈറ്റിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ചെറിയ തെറ്റ് താങ്കൾ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. അന്തിക്കാട് പഞ്ചായത്തിൽ 2021 LDF-ന് 7185 വോട്ടാണ് കിട്ടിയത്. 7185 വോട്ട്. 2024 5229 വോട്ട്. 2021 BJP-ക്ക് കിട്ടിയത് 1935 വോട്ടാണ്.
2021 5554 വോട്ടാണ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വോട്ടാണ്. സുനിൽകുമാറിന്റെ ബൂത്തിൽ BJP അല്ല. ഞാൻ ഒരു മിനിറ്റ് ഞാൻ രണ്ടാമതൊന്ന് പറഞ്ഞോട്ടെ. അന്തിക്കാട് ബൂത്ത് 29 2021 537 വോട്ടാണ് LDFിനുള്ളത്. ഞാൻ ക്ലിയർ ആയിട്ടാണ് പറയണത്, അതിനകത്ത് എനിക്കൊരു മാറ്റവും ഇല്ല. 2021 അത് 224 വോട്ടാണ് BJP കിട്ടിയത്. 2024 537 വോട്ട് 2021 ഉണ്ടായിരുന്ന LDFിന് 374 വോട്ടായിട്ട് കുറഞ്ഞു. BJPക്ക് 2021 224 വോട്ടുണ്ടായിരുന്നത് 2021 224 വോട്ടുണ്ടായിരുന്നത് 2024 350. ഒരു മിനിറ്റ്, ലീഡ് ഞാൻ പറഞ്ഞല്ലോ, ലീഡ് ചെയ്തത് ബൂത്ത് എന്നുള്ള നിലയ്ക്ക് സുനിൽകുമാറാണ്. 374 വോട്ട് സുനിൽകുമാറിന്, 359 വോട്ട്. ഒറ്റ മിനിറ്റ്, ഞാൻ ചോദിക്കുന്നത് 2021 500 അല്ല, പഞ്ചായത്തിലാര്, ഞാൻ പഞ്ചായത്തിലെ കാര്യം കൂടി പഞ്ചായത്തിൽ BJP ഞാൻ ബൂത്തിൽ ഒരു വരി പറഞ്ഞിട്ട് പൊക്കോ. 135 വോട്ട് സുനിൽകുമാറിന്റെ ബൂത്തിൽ 135 വോട്ട് BJPക്ക് കൂടി. അത് സുനിൽകുമാർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം, 135 വോട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? വേണ്ട, 135 വോട്ട് കൂടി. അല്ല, ആയിക്കോട്ടെ, 135 വോട്ട് 29 ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വോട്ടർമാർക്കും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും. ആസേതു ഹിമാചലം പറഞ്ഞു കിടക്കുന്ന രാജ്യത്തെ ഏത് വോട്ടറെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും. 6 മാസം മുമ്പ് വാടക വീടെടുത്ത് കൊടുക്കും, താമസിപ്പിക്കും. ആ ആലോചനയിലാണ് BJP എന്നാണ് പറഞ്ഞത് ഷാഫി ചാലിയും. ഇത് തിരഞ്ഞെടുപ്പിനോടുള്ള, ജനാധിപത്യ റിപ്പബ്ലിക്കിനോടുള്ള, ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണോ? അരുൺകുമാർ, വളരെ നിർഭാഗ്യകരമായിപ്പോയി ഇന്നത്തെ ഈ ചർച്ച. കാരണം 45-ാം മിനിറ്റിലേക്ക് കടക്കുക. ഒരു 5 മിനിറ്റ് അരുൺകുമാർ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ അതിഥിയോട് സംസാരിച്ചു. ബാക്കി മുഴുവൻ ഈ ഗോപാലകൃഷ്ണനും നിങ്ങളും തമ്മിലുള്ള തർക്കങ്ങളാണ്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഈ 10-15 മിനിറ്റിനുള്ളിൽ എന്താണ് ഞങ്ങളൊക്കെ പറയാനുള്ളത്? ഇത് ഗോപാലകൃഷ്ണനായിട്ടുള്ള ചർച്ച തുടരുകയാണ് നന്നാവുക. കാരണം ഗോപാലകൃഷ്ണൻ ആള് എന്തൊക്കെ പറഞ്ഞു ഒക്കെ ഇപ്പം എന്തായി അട്ടിമറിഞ്ഞല്ലോ. നേരത്തെ സുനിൽകുമാർ എന്താണ്, സുനിൽകുമാറിന്റെ ബൂത്തിൽ BJP ലീഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ നേരെ മാറി എന്താക്കി, സുനിൽകുമാറിന്റെ ബൂത്തിൽ BJP വോട്ട് വർദ്ധിക്കാണ്. ഇത് രണ്ടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്? പിന്നെ പറഞ്ഞത് ഒരു കാര്യം അല്ല ഗോപാലകൃഷ്ണൻ, ഈ 15 മിനിറ്റ് കൂടി ഒച്ചപ്പള്ളി ഉണ്ടാക്കാൻ ഞാനാണ്ട് വിട്ടു നിന്നാലോ സന്തോഷമാകുമോ നിങ്ങൾക്ക്? ഉളുപ്പ് വേണ്ടേ മനുഷ്യ? ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് സുനിൽകുമാറിന്റെ ബൂത്തിൽ പോലും BJP ലീഡ് ചെയ്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞെന്താ, സുനിൽകുമാറിന്റെ ബൂത്തിൽ BJPയുടെ വോട്ട് കൂടിയെന്ന് പറഞ്ഞേ. അതേമാതിരി മുരളീധരന്റെ ബൂത്തിൽ നേരത്തെ തന്നെ BJPക്കാരനാണ് അവിടുത്തെ കൗൺസിലർ നിങ്ങൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വോട്ട് നേരത്തെ തന്നെ നിങ്ങൾ ലീഡല്ലേ. പിന്നെ ഇതിലൊക്കെ ഒന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ, വളരെ കൃത്യമായി പഠിക്കേണ്ടത്, ഇവിടെ രമേശ് ചെന്നിത്തല പിന്നെ ചെന്നിത്തലയിലും ചേർത്തലയിലുള്ള വോട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. ചേർത്തലയിൽ മത്സരിക്കാൻ പോയപ്പോൾ സ്വാഭാവികമായും അവിടെ വോട്ട് മാറ്റിയതാണ്. എന്നിട്ടോ തന്റെ ചെന്നിത്തലയുള്ള വോട്ട് റദ്ദ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാ. ഇലക്ഷൻ കമ്മീഷൻ ചെയ്തില്ല, അതിനാരും കുറ്റ? ചെന്നിത്തല പോയ മാതിരിയാണോ സുരേഷ് ഗോപി പോയത്? സുരേഷ് ഗോപി ഭാര്യ, കുടുംബങ്ങൾ, കുട്ടികൾ, ഏട്ടന്, ഏട്ടത്തി, ഏടത്തിയമ്മ, പശു, പട്ടി, പൂച്ച എല്ലാത്തിനായിട്ടാണ് പോയത്. രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കാ പോയത്. അത് നിങ്ങൾ മനസ്സിലാക്കി, റദ്ദാക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ. കരട് വോട്ടർ പട്ടികയിൽ ഈ 1,46,000 ഇല്ല.
അതാങ്ങളെ പഠിക്കേണ്ടത്. ഈ കയറിക്കൂടിയ വോട്ടർമാരൊന്നും കരട് പട്ടികയിലില്ല, ഫൈനൽ പട്ടികയിലേത് വന്ന് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി. ഇതിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ വളരെ കൃത്യമായ ധാരണകളുണ്ട്. ആ ധാരണയാണ് EP ജയരാജന്റെ ഫ്ലാറ്റിലേക്ക് പ്രഭാരി കയറി ചെന്നത്. അതേമാതിരി ഹസബുള്ളയെ പോയിട്ട് നമ്മുടെ ADGP കണ്ടത്. ഇതൊക്കെ ഒരു നെക്സസ് ആണ്. അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും? ഫൈനൽ പട്ടികയിൽ വന്നുകൊണ്ട് ജില്ലാ കളക്ടർ ഒഴിഞ്ഞു മാറി. കരട് പട്ടികയിൽ ഇല്ല, ഫൈനൽ പട്ടികയിലെ വന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാ ഭാഗത്തു നിന്നും ഇവര് ഗവൺമെന്റ് മിഷനറികൾ ശരിയാ. പിന്നെ ഇന്നിപ്പോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, നമ്മൾ കേട്ടില്ലേ, കേരള പോലീസിലെ 60% ഞങ്ങൾ പറഞ്ഞോടത്തേ നിൽക്കുള്ളൂ. വളരെ കൃത്യം. പോലീസിൽ ഞങ്ങൾക്കാ ഭൂരിപക്ഷം, ഞങ്ങൾ പറഞ്ഞാലേ പോലീസ് കേൾക്കുള്ളൂ. ആനിരാജ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണ്. അപ്പൊ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിയമിച്ചു കൊടുക്കുന്നതാ. ആ സംസ്ഥാന സർക്കാർ നിയമിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഗുരുതരമായ പിശകുകൾ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചാൽ ഗോപാലകൃഷ്ണൻ എന്താ പറയേണ്ടത്? ഇവിടെ ഇലക്ഷൻ 2020 ഞാൻ ഡോക്ടർ അരുൺകുമാറിന്റെ പിന്നെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മുടെ 1961 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ വന്ന അമെൻമെന്റ് റൂൾ 93(2)A അത് പ്രകാരം 2024 ഡിസംബറിലാണ് ഇലക്ഷൻ കമ്മീഷൻ CCTVയുടെ ദൃശ്യങ്ങൾ 45 ദിവസം മാത്രം സൂക്ഷിച്ചാൽ മതി എന്ന് തീരുമാനിച്ചത്. ഇപ്പൊ അവിടെ പറഞ്ഞല്ലോ, കേസ് കൊടുക്ക്, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരൊക്കെ വോട്ട് ചെയ്തിട്ട് ഈ രണ്ടിടത്ത് വോട്ടുള്ളവർ രണ്ടിടത്തും ചെയ്തോ ഇല്ലയോ ഒക്കെ പരിശോധിക്കണമെങ്കിൽ ഈ ഫൂട്ടേജ് കിട്ടണം. ഈ ഫൂട്ടേജ് എന്തിനാണ്, ആർക്കാണ് ഈ ഫൂട്ടേജ് 45 ദിവസം കൊണ്ട് നശിപ്പിക്കണം എന്ന് ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് എന്തിനാണ്? വളരെ കൃത്യമാണ്. ഈ കളിക്കാണ് ഇത്. അരുൺകുമാറെ, നിങ്ങൾ ഈ എന്താ പറയുക, ഒരു തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുമായി ഒതുക്കേണ്ട വിഷയമല്ലത്. രാജ്യവ്യാപകമായി നടക്കുന്ന വോട്ട് കൊള്ളയാണിത്. അതാങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ വലുപ്പം വലുതാണ്. ഈ രാജ്യത്ത് മനുഷ്യന്മാർ, ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതിദാനാവകാശം, അതിനെ അട്ടിമറിക്കുന്ന വലിയൊരു സംഭവമാണ്. ഇവിടെ CPM പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ തുടക്കത്തിൽ പറയണ്ടായി. എന്താ പറഞ്ഞത്? BJPയും കോൺഗ്രസും കള്ളം പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിലും കോൺഗ്രസിനെ കൊണ്ടുവരികയാണ്. കോൺഗ്രസിനെ തോണ്ടാതെ ചൊറിയാതെ ഒരു വാക്ക് പറയാൻ ഇവന്മാർക്ക് കഴിയില്ല. രാഹുൽ ഗാന്ധി നടത്തിയ വലിയ പെയിൻഫുൾ വർക്കാണിത്. ആ വർക്കിനെ തുടർന്ന് കോൺഗ്രസ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന സത്യം, അത് BJPയോടൊപ്പം കോൺഗ്രസിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാ, ഈ രാജ്യത്ത് BJPയും കോൺഗ്രസും കള്ളത്തരം പറയണം. കോൺഗ്രസ് കാര്യങ്ങൾ പറയുന്നു, BJP മറുപടി പറയാതെ കിടന്ന് വയലുന്നു. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെത് കള്ളത്തരം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇവരെ സ്വഭാവങ്ങൾ നോക്കി എന്ത് പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംശയം വേണ്ട. ഇപ്പോഴും അല്ല കോട്ട് ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ നിങ്ങളെ ഒളിപ്പിക്കാൻ മെനക്കെടണ്ട. പിന്നെ അതുപോലെ തന്നെ വളരെ കൃത്യമാണ്, ഈ സുരേഷ് ഗോപി ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തികളുണ്ട്. സംസ്ഥാന പോലീസ്, സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇവിടുത്തെ മോട്ടോർ വാഹന ചട്ട നിയമപ്രകാരം രോഗികളെ, ഡെഡ് ബോഡികളെയാണ് ആംബുലൻസ് കൊണ്ടുവരാൻ പാടുള്ളൂ. സുരേഷ് ഗോപി സേവാഭാരതിന്റെ ആംബുലൻസിലെ വന്നിറങ്ങിയത്, അതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ചാനൽ കാണിച്ചതാണ്. ബീക്കൺ ലൈറ്റ് മുട്ടി സൈറൻ മുഴക്കിയ വണ്ടിയിലാണ്, സേവാഭാരതിയുടെ വണ്ടിയിലാണ് സുരേഷ് ഗോപിയും പൂരം കലക്കാനുള്ള ഗുണ്ടകളും വന്ന് ഇറങ്ങിയത്. ഇത് ഈ നിമിഷം വരെ കേസെടുത്തവര് കേസെടുക്കണ്ട. ഒരു സാധാരണക്കാരനാണ് കേസെടുക്കല്ലോ. ഇപ്പോഴും കേസെടുത്തിട്ടില്ല. തൃശൂർ കോർപ്പറേഷൻ മേയർ ഈ വോട്ട് ചേർത്തലും ഈ കള്ളവോട്ട് ഉണ്ടാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വഴി തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് വ്യാപകമായ സഹായം BJPക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ രാജൻ എന്നൊരു സംഘപരിവാറിന്റെ ഒരാൾ പറഞ്ഞല്ലോ, അല്ല എന്താണ്, ഷാജി എന്ന ആള്, അയാൾ എന്താ പറഞ്ഞത്? എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, വിജയിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി ഞാൻ വന്നൊരു ഫ്ലാറ്റ് എടുത്തു, പക്ഷേ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അത് ധാർമ്മികതയുടെ പേരിലാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് പറയാ, എന്തുകൊണ്ട് എന്റെ അമ്മനെയും വോട്ട് ചേർത്തിരുന്നു, അമ്മ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല, അതുകൊണ്ട് വോട്ട് ചെയ്തില്ല. ഇന്ന് ഒരു ഭാഗത്ത് പറയുന്നു അമ്മ വരാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഞാൻ വോട്ട് ചെയ്തില്ല. എന്നാലോ വേറൊരു സ്ഥലത്ത് പറയുന്നു ഞാൻ വോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വോട്ട് ചെയ്യാത്തത്
എന്തുകൊണ്ടാണ് ഒരു ധാർമ്മിക പ്രശ്നം? ഞാൻ ധാർമ്മികത പറയുന്ന ഒരാളാണ്. ശരി, ഇതിലൊക്കെ എന്താ ഈ സംഘീയ മൊത്തം സ്വഭാവം എങ്ങനെയാണ് മനസ്സിലാക്കണങ്ങളെ? ഇതിൽ ഇപ്പോഴും പറയാനുള്ളത് CPM-ഉം സർക്കാരും ചെയ്തു കൊടുത്ത ഒരുപാട് സഹായങ്ങൾ ഇതിലുണ്ട്. അത് എത്ര ആർക്കും നിഷേധിക്കാൻ സാധിക്കും. മറുപടി അരുൺകുമാറിന്റെ ഭാഗത്തുനിന്ന് വേണം. ഞാൻ ഷാഫി ചാലിമുരയുടെ വേണം. എങ്ങനെയെന്നാണ് ചോദ്യം. അതിഥികളായത് മുഖം അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, ഷാഫി ചാലിയം UDF പ്രതിനിധി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJP പ്രതിനിധി, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ആദ്യമേ തന്നെ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു. കാരണം ചർച്ചയിൽ ഏറിയ പങ്കും നമ്മൾ B ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു സമയം മാത്രമേ അങ്ങേക്ക് അനുവദിക്കാൻ കഴിയൂ. പക്ഷേ എങ്കിലും ചോദ്യം ഇതാണ്. വളരെ രാഷ്ട്രീയ പ്രസക്തമായ ഒരു ചർച്ചയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചോരി അത് തൃശ്ശൂർ മണ്ഡലത്തിൽ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ B ഗോപാലകൃഷ്ണൻ പറയുന്നത് രാജ്യത്ത് എവിടെ നിന്നും വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം, അത് ചട്ടപ്രകാരം വോട്ട് ചെയ്യാൻ അനുവദിക്കും, അതിലെന്താ തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയായി കരുതുന്നുണ്ടോ താങ്കൾ? ജനാധിപത്യം അനുവദിക്കുന്ന ഒരു പരിധിയുണ്ട്. അത് നിയമത്തിൻ്റെ ഒരു പരിധിയുണ്ട്, സഭ്യതയുടെയും പ്രൊപ്രൈറ്റിയുടെയും ഒരു പരിധിയുണ്ട് ഡോക്ടർ അരുൺ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് എത്രത്തോളം വരെ രാഷ്ട്രീയ കക്ഷികൾക്ക് പോകാം? നോക്കൂ, നിയമം അനുശാസിക്കുന്നത് എന്ന് പറഞ്ഞാൽ 6 മാസം മുൻപ് വരെ അവിടെ താമസമുണ്ടായിരുന്നവർക്ക്, അല്ലെങ്കിൽ 6 മാസമായി തുടർച്ചയായി ആ മണ്ഡലത്തിൽ താമസമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് രാഷ്ട്രീയ കക്ഷികൾ തന്ത്രപരമായി കരുക്കൾ നീക്കുന്നത്. നോക്കൂ, വിദേശ രാജ്യങ്ങളിൽ ചിലയിടങ്ങളിൽ, അമേരിക്കയിൽ, ബ്രിട്ടനിലൊക്കെ ഈ ജെറിമാൻഡറിംഗ് സിസ്റ്റമുണ്ട്. നിയോജക മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ തന്നെ പുനർനിർണയിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ചില സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കാൻ ചില മേഖലകൾ, ചില പോക്കറ്റ് ബറോസ് അല്ലെങ്കിൽ ചില മേഖലകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉറപ്പായി സ്ഥാനാർത്ഥിയുടെ വിജയം നേടിയെടുക്കാൻ മാർഗമുണ്ട്. അതൊരു മാർഗം. അത് നിയമം അനുശാസിക്കുന്നത് തന്നെയാണ്. അത് ഭരണവർഗത്തിന്റെ, ഭരണകൂടത്തിന്റെ ഒരു പ്രൊറോഗറ്റീവാണ്, ഭരണകക്ഷിയുടെ പ്രൊറോഗറ്റീവാണ്. പിന്നീടുള്ളത് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട ആനുപാതിക പ്രാതിനിധ്യ വോട്ടവകാശം, ചില സമയത്ത് വെയ്റ്റഡ് വോട്ടേഴ്സ് സിസ്റ്റമൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കക്ഷിക്ക് ജയിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിക്കണമെങ്കിൽ ദേ കൻ ഓൾ ത്രോ ദെയർ വെയ്റ്റ് ബിഹൈൻഡ് എ കാൻഡിഡേറ്റ്, അങ്ങനെ വിജയിപ്പിച്ചെടുക്കാം. ഇന്ത്യയിൽ അങ്ങനെയല്ല എന്നോർക്കണം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റത്തിൽ സുരേഷ് ഗോപിയെ പോലെ തലയെടുപ്പുള്ള, BJPക്ക് സ്റ്റാർ മൂല്യമുള്ള, BJPയെ സംബന്ധിച്ചിടത്തോളം താരമൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂർ പോലെ ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള ഒരു മണ്ഡലത്തിൽ ഫീൽഡ് ചെയ്യുമ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും പരാജയപ്പെട്ട് നിൽക്കുന്ന, ത്രഷ് ഉമ്മറപ്പടി വരെ എത്തി നിൽക്കുന്ന സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കാൻ BJP തീരുമാനിച്ചുവെങ്കിൽ രാഷ്ട്രീയപരമായി അതിനെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷെ അതിനുപയോഗിക്കുന്ന മാർഗങ്ങളുടെ ദൈർമല്യം, അതേക്കുറിച്ച് മാത്രമാണ് ഡോക്ടർ അരുൺ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ, വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട്, വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം 3 പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് ബാണശരങ്ങൾ ഏൽക്കാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളാണ് വോട്ട് ചേർക്കൽ വിവാദം ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങൾ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കൂ, ഇവിടെ ശ്രീ B ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം ആഴതലങ്ങളുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ചർച്ച വളരെ സാഗൂതം കേട്ട് നിൽക്കുകയായിരുന്നു. ശ്രീ B ഗോപാലകൃഷ്ണൻ ഏറെ സമയമെടുത്തുവെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒരു വാചകത്തിലുണ്ട്. ഞങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിപ്പിച്ചെടുക്കണം, ഒരു സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ എവിടെ നിന്നെല്ലാം കൊണ്ടുവരാൻ സാധിക്കുമോ അവിടെ നിന്നെല്ലാം നിയമപരമായി കൊണ്ടുവന്ന് ആ മണ്ഡലത്തിൽ അവരെ വോട്ടർമാരായി ചേർക്കും. 6 മാസമല്ല, 1 വർഷം വരെ മുമ്പ് വേണമെങ്കിലും ഞങ്ങളത് ചെയ്യും. എന്നിരുന്നാലും ഞങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ട്. ഇന്ത്യയിൽ നിയമം അത് അനുവദിക്കുന്നുണ്ടല്ലോ. തൃശ്ശൂർ മണ്ഡലത്തിൽ, കേരളത്തിലെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നും ഈ നിർബന്ധപൂർവമോ അല്ലാതെയോ ആളുകളെ കൊണ്ടുവന്ന് ജെനുവിൻ വോട്ടർമാരായിട്ടാക്കി, ഡോക്ടർ അരുൺ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അതത് മണ്ഡലങ്ങളിലെ വോട്ട് ഉപേക്ഷിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ മറച്ചു വെച്ചതിന് ശേഷമോ ഒക്കെ അവർ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർത്താൽ തൃശ്ശൂർ പോലൊരു മണ്ഡലം ഇങ്ങ് എടുക്കുകയാണ്. നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ അതാണല്ലോ, തൃശ്ശൂർ ഇങ്ങ് എടുക്കുകയാണോ? അപ്പൊ ഏത് രീതിയിലാണ് എടുത്തത്?
അത് എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്രയധികം വോട്ടുകൾ ചേർത്തത്. ആ ചേർത്തത് സാധാരണഗതിയിൽ CPM-നാണ് സാധാരണ കൂടുതൽ സംഘടനാ സംവിധാനം ഇതുപോലെയുള്ള കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. BJP-യുടെ സംഘടനാ സംവിധാനം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് കൃത്യമായി കരുതാം. അങ്ങനെ വരുമ്പോൾ അതിൽ സ്വാഭാവികമായി ചില ഇരട്ടിപ്പിക്കലുകൾ, ചില ഡിസ്ക്രിപ്പൻസീസ് ഒക്കെ ഉണ്ടാകും. അതങ്ങനെയാണ്. അത് കർണാടകത്തിൽ ഉണ്ടായി, ഇവിടെ ഉണ്ടായി കാണും. ഇതെല്ലാം തന്നെ തീർച്ചയായും പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊരു ട്രെൻഡായി മാറുകയും അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരന് തിരിച്ച് കൊല്ലത്ത് പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടി വരുമല്ലോ. സുരേഷ് ഗോപിയുടെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ശാസ്താമംഗലം വാർഡിൽ, ശാസ്താമംഗലം ഡിവിഷനിൽ, ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ വോട്ട് ചെയ്യേണ്ടി വരുമല്ലോ. നോക്കൂ, തൃശ്ശൂർ, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ അഭിമാന പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഓരോ വോട്ടും തിരുവനന്തപുരം നഗരത്തിൽ നിർണായകമായി വരാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടി അധികാരം സ്വപ്നം കാണുന്ന ആദ്യമായി ഒരു കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിച്ചു വരാൻ സാധിക്കണമെങ്കിൽ അത് തൃശ്ശൂരോ തിരുവനന്തപുരം, പ്രത്യേകിച്ച് തിരുവനന്തപുരം ആകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഈ നഷ്ടപ്പെട്ട തിരുവനന്തപുരത്തു നിന്നും മറ്റും പല ഇടങ്ങളിലേക്ക്, തൃശ്ശൂരേക്ക് ഒക്കെ പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഇവിടെയാണ് നിയമം എത്രത്തോളം അനുവദനീയമാണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനിയാണ് ധാർമ്മികത. ഇങ്ങനെ ചെയ്യാമോ? ഇത് ചെയ്യുന്നത് അനുവദനീയമാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ധാർമ്മികതയുടെ ഒരു വിഷയം അവിടെ ഉണ്ട്. രാഷ്ട്രീയ സദാചാരം എന്നൊരു കാര്യമുണ്ടല്ലോ. ഈ രാഷ്ട്രീയ സദാചാരത്തിന് ചേർന്ന കാര്യമാണോ അത്? ഒരു പ്രത്യേക സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹവുമായി പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാതെ പാർട്ടിക്കൂർ മാത്രം നോക്കി വൻതോതിൽ ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രവണത എൻ്റെ അഭിപ്രായത്തിൽ അനാരോഗ്യപരമാണ്. എന്ത് വിധേനയും ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷികൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ്. പക്ഷെ ആ എന്ത് വിധേനയും എന്ന് പറയുമ്പോൾ ഗാന്ധിയൻ മാർഗമുണ്ടല്ലോ, ഏതാ നൈർമല്യമുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഇലക്ഷൻ ജയിക്കുമ്പോഴാണ് മറ്റ് മണ്ഡലങ്ങളിലെയൊക്കെ ഉള്ള വിജയ സാധ്യതയ്ക്ക് ആധികാരികത ഉണ്ടാകുന്നതും അംഗീകാരം ഉണ്ടാകുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തു എങ്കിൽ അത് നിയമപരമായി തെറ്റല്ലായിരിക്കാം. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് നിയമപരമായി കൂടി ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഗോപാലകൃഷ്ണൻ, ഒരു നിമിഷം, ഞാൻ ഒന്ന് CPM പ്രതിനിധിയിലേക്ക് പോയിട്ട് ഞാൻ അങ്ങയിലെ ചർച്ച അവസാനിപ്പിക്കൂ. എനിക്ക് അരുൺകുമാറിന്റെ ഒരു പ്രതികരണം കൂടി വേണം. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തൃശ്ശൂർ മുൻപിലുണ്ടെങ്കിൽ പോലും, ഒരു കേസ് സ്റ്റഡി ആണെങ്കിൽ പോലും BJP അവരുടെ ഉള്ളിലിരിപ്പ് പറയുന്നു, രാജ്യമെമ്പാടുമുള്ള വോട്ടർമാർക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിയമപരമായി വോട്ട് ചേർക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ BJPക്ക് വിജയസാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും എന്ന് പച്ചയ്ക്ക് പറയുകയാണ് എന്നാണ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അത് രാഷ്ട്രീയമായി ശരിയാണോ, നിയമപരമായി ശരിയാണോ, ധാർമ്മികമായി ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അത് രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും ശരിയല്ല. ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും 7ഉം 8ഉം തവണയായി BJP തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്തു. തൊട്ടടുത്ത ജില്ലകളിൽ പോലും പല ഡേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ചെയ്തു. അത് ഇലക്ഷൻ കമ്മീഷനുമായി ധാരണയായി അത്തരം ഷെഡ്യൂൾ ചെയ്യാൻ കാരണം ഇത്തരത്തിലൊരു അജണ്ട രാജ്യവ്യാപകമായി അവർ കള്ളവോട്ട് ചേർപ്പിച്ച് 3ഉം 4ഉം മണ്ഡലങ്ങളിൽ ഒരേപോലെ വോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു രീതി കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 1999 മൻമോഹൻ സിംഗിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഒരു കേസിലെ വിധിന്യായം, ദ ഗുവാഹത്തി ഹൈക്കോർട്ട് ഇൻ മൻമോഹൻ സിംഗ് കേസ് indicated that a term ordinary resident shall mean a habitual resident of the place. It must be permanent in character and not temporary or casual എന്നതാണ്. വോട്ട് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ അങ്ങ് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് വോട്ട് ചെയ്യിച്ചിട്ട് തിരിച്ചു വിടുന്ന രീതിയൊന്നും ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. അത് ഒരിക്കലും ഭരണഘടനയോ നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടോ അതുപോലെ ഇലക്ഷൻ കോണ്ടക്ട് റൂളോ അനുവദിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനും താൽക്കാലിക വിജയം നേടുന്നതിനും വേണ്ടി BJP അനുവർത്തിച്ചിരിക്കുന്ന രീതിയാണ്. അതാണ് തൃശ്ശൂർ അടക്കം പല മണ്ഡലങ്ങളിലും ഇപ്പോൾ അനുവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും പല ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികമായിട്ടും തെറ്റാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അനുവർത്തിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടം, അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇത്തരത്തിൽ ജനാധിപത്യത്തെ തകർക്കുന്ന നീക്കത്തിനെതിരെ രംഗത്ത് വരും. ഒരു സംശയം വേണ്ട. പിന്നെ ലീഗിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ വാചകം, ആ വാചകമാണ് ഞാൻ കോട്ട് ചെയ്തത്. കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാചകം. അല്ലാതെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നതും CPM ഉയർത്തിക്കൊണ്ടുവന്നതും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ്. തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയും ഉള്ളടക്കാൻ വേണ്ടിയിട്ടുള്ള അരുൺകുമാർ ഒന്ന് റിവേഴ്സ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാചകമാണ്. കോൺഗ്രസും എന്നാ താങ്കൾ പറഞ്ഞത്. അല്ല, അദ്ദേഹം അത് കറക്റ്റ്.
BJPയും കോൺഗ്രസും ഒന്ന് റിവേഴ്സ് എടുത്ത് ചോദിക്കും. ഞാൻ താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. ഇല്ല, ശരി ഷാഫി ചാലിയും ഇനി ഒരു അല്ല അത് തിരുത്തനാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി എനിക്ക് സമയമില്ല, എനിക്ക് ഗോപാലകൃഷ്ണൻ ഒരു മിനിറ്റ് കൊടുക്കണം. താങ്കൾക്ക് ഒരു മിനിറ്റ്, താങ്കൾക്ക് ഉദ്ദേശം ഒന്നും അറിയാൻ കഴിയില്ല, വാക്കുകളെല്ലാം എടുക്കുക, അയാളെ മനസ്സിലുള്ള എങ്ങനെ അറിയാനാ? ശരി അദ്ദേഹം അത് പറഞ്ഞു, ഇപ്പോൾ അതിനകത്ത് ക്ലാരിറ്റി വന്നു. താങ്കൾ പറയൂ. രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യമെമ്പാടുമുള്ള വോട്ടർമാരെ കൊണ്ടുവന്നൊരു മണ്ഡലത്തിൽ വോട്ട് ചെയ്യിപ്പിക്കേണ്ടി വന്നാൽ അതും ചെയ്യും എന്ന BJPയുടെ വെല്ലുവിളിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ഷാഫി സലീം. ഇല്ല, അത് പിന്നെ എന്താണ്, രാജ്യത്തെ ഡെമോക്രസിയുടെ നേരെ പല്ലിളിക്കുകയാണ് വരും. അങ്ങനെയാണ് ഇപ്പൊ എന്തൊക്കെ നടക്കും. ഇപ്പൊ നരേന്ദ്രമോദിനെ തോൽപ്പിക്കാനായിട്ട് ഈ ഇന്ത്യ സംസ്ഥാനത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സ്വയമേവ എന്ത് ചെയ്യാണ്, പിന്നെ വാരണാസി കണ്ട് പോവുക, എന്നിട്ട് ഒരു 6 മാസം മുമ്പ് പോയി ഒരു ലോഡ്ജ് എടുക്കുക. ലോഡ്ജ് എടുത്തിട്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്ന് പറയാം. അങ്ങനെ ഒരു 4-5 ലക്ഷം ആൾക്കാരോട് പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ എന്ത് ഡെമോക്രസിയാണ് ഈ? ഗോപാലകൃഷ്ണൻ ഈ തല്ലിപ്പൊളി വർത്താനം പറയണത് എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ ഒരു അഭിഭാഷകനാണ്. ശരി, ഞങ്ങൾ വിചാരിച്ചാൽ എവിടെയും പോയി ആരെയും അങ്ങനെ ആക്കും. ഈ രാജ്യത്തിന്റെ ചട്ടങ്ങളുടെ ഒരു വിശുദ്ധി ഉണ്ട്. നിങ്ങൾക്ക് 6 മാസം അതാ വേണ്ടേ? അരുൺകുമാർ, മിസ്റ്റർ ചാലിയം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ നേതാവുണ്ടല്ലോ സോണിയാഗാന്ധി, 1980 വോട്ടർ പട്ടികയിൽ വന്നതാ. എങ്ങനെയാ വന്നേ? 1983 അവർക്ക് പൗരത്വം കിട്ടിയത്. അതെങ്ങനെയാ? പൗരത്വമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി മേഘമടക്കമുള്ള സ്ഥലത്ത് ഇന്ദിരാഗാന്ധി ഈ അനധികൃതമായി വോട്ട് ചേർത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞില്ല, ഇന്ന് മുനീർ പുറത്തുവിട്ടിട്ടുണ്ട് 327 വോട്ട് ഒരേ ഒരു വീട്ടു നമ്പറിൽ. ഇന്ന് BJPയുടെ അമിത് മാളിവ പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് വയനാട്ടിൽ 52 പേർ ഒരു വീട്ടിൽ. നിൽക്കുന്ന പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മരുമകളും സകല എണ്ണം ഇതേപോലെയാ. എൻ്റെ പൊന്നു ചാലിയമേ, ഈ മൂരികൾ വർത്താനം പറഞ്ഞമാതിരി നിങ്ങൾ വർത്താനം പറയല്ലേ. ആർട്ടിക്കിൾ 229B ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി 45 ദിവസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യാം. നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഞാൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ, ഡെമോക്രസിയുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്നിട്ടല്ലേ ഞങ്ങളുടെ സുരേന്ദ്രനെ തോൽപ്പിച്ചത്. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ മിസ്റ്റർ? സുരേന്ദ്രനെ തോൽപ്പിച്ചാൽ നിങ്ങൾ ഇടന്നു വരുന്നു ഒരുമിച്ചല്ലേ? നിങ്ങൾ ഒരുമിച്ചല്ലേ? നിങ്ങൾക്ക് എന്ത് ഡെമോക്രസി? നിങ്ങൾക്ക് എന്ത് ഡെമോക്രസി? നിങ്ങൾക്ക് എന്ത് ജനാധിപത്യം? നിങ്ങൾക്ക് എന്ത് ജനാധിപത്യം? നിങ്ങൾക്ക് എന്ത് ജനാധിപത്യം? ജനാധിപത്യം പോയിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജിയെ വരെ പുറത്താക്കിയ നാണം കെട്ട സമീപനം. ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർത്ത ഇന്ദിരാഗാന്ധിയുടെ ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ജനാധിപത്യം പറയുന്നത് നിങ്ങൾക്ക് എന്തുവാവാം? നോമിനേഷൻ കൊടുക്കുമ്പോൾ കൈകാലം അടിച്ചൊടിച്ച ധാർമ്മികത എന്തിനാണ്? ഷാഫി ചാലിയത്തിന്റെ ചോദ്യത്തോടുകൂടി ചർച്ച അവസാനിക്കും. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ചോദ്യം കേൾക്കുമോ? സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രതിപക്ഷ നേതാവും വേണമെന്ന നിർദ്ദേശത്തെ നിങ്ങൾ അട്ടിമറിച്ചത് എന്തിനാണ്? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് കേരള ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തിയാ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആളുകൾ ഉദ്യോഗസ്ഥന്മാരാരാ? കേരള ഗവൺമെന്റിന്റെ ജീവനക്കാരാ. ചോദ്യത്തിന് ഉത്തരം തരൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ Chief Justice of India എന്തിനു വെട്ടി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാ? Chief തെരഞ്ഞെടുപ്പ് Justice of കമ്മീഷൻ എന്ന് India പറഞ്ഞാൽ എന്തിനു ആരാ? വെട്ടി? അല്ല, അതൊക്കെ വേറെ വിഷയം. അത് തെരഞ്ഞെടുപ്പ് വേറെ കമ്മീഷൻ വിഷയമല്ല, പറഞ്ഞാലേ, അത് നമ്മുടെ അത് വിഷയം. നിങ്ങൾ അടുത്ത ചർച്ച വയ്ക്കുക. അപ്പോൾ Chief ഞാൻ Justice of മറുപടി India പറയാം. എന്തിനു അത് അടുത്ത വെട്ടി? ചർച്ച വയ്ക്കുക. രാജ്യത്തിലെ അത് Chief അടുത്ത Justice ചർച്ച of India ചർച്ച എന്തിനു പൊളിഞ്ഞു പോയി. വെട്ടി? അരുൺകുമാർ ചർച്ച പൊളിഞ്ഞു പോയി. അല്ലേ? താങ്കളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇവരെ ഈ കശാപ്പ് രാഷ്ട്രീയമാണ്. അതൊന്നും കൊണ്ടുവരണ്ട. ശരി. അരുൺകുമാർ നിങ്ങൾ ചർച്ച പൊളിഞ്ഞു പോയി. അയ്യോ, ആ ചോദ്യങ്ങൾ അവിടെ തന്നെയുണ്ട്. അവിടെ തന്നെയുണ്ട് ആ ചോദ്യങ്ങൾ. പക്ഷേ നമ്മുടെ MP ഇപ്പോഴും മിണ്ടുന്നില്ല. നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നന്ദി ഷാഫി ചാലിയം, നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ ചെയ്തത്. Debate with Dr. Arun Kumar.